ഹായ് ഫ്രണ്ട്സ്, എന്താണ് ബിഗ് ബോസിൻ്റെ ഗതി? ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് വീഡിയോസ് ആയിരുന്നു. ഇന്നിപ്പോൾ തുടക്കം നല്ല രസമായിരുന്നു. പവർ ടീം, പുതിയ പവർ ടീമാണല്ലോ. ജാസ്മിൻ എന്നെ കണ്ടെത്തിയ പവർ ടീമാണ്. ഗബ്രി, അപ്സര, റസ്മിൻ, അർജുൻ ഇവരെല്ലാമാണ് പവർ ടീം അംഗങ്ങൾ. ഭയങ്കര പവറാണ് ഇപ്രാവശ്യം. പവർ വല്ല രാജകീയമായിട്ടൊക്കെ ആഘോഷിക്കപ്പെടുകയാണ്. അവർ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നു അവരെ ബോ ചെയ്യണം, ഇങ്ങനെയൊക്കെ വാഴ്ത്തണം. വരുന്ന സമയത്ത് ഒരു അസംബ്ലിയൊക്കെ രാവിലെ വയ്ക്കുമെന്ന് പറയണു. അസംബ്ലിയിൽ തന്നെ അവതാളമാണ്. ആരാണ്? ജാൻമണി ദാസ്. ജാൻമണി ദാസ് രാവിലെ തന്നെ എണീറ്റ് പല്ലൊന്നും തേക്കണം, സിഗരറ്റൊക്കെ എടുത്തിട്ട് വരികയാണ്. ഡാൻസൊക്കെ എങ്ങനെയും കഴിക്കണം. ഡാൻസ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം പോയി വലിക്കാൻ എന്ന് കണ്ടാണ് ഇരിക്കുന്നത്. അവർ വലിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത്രയും കണ്ടസ്റ്റൻസ് നല്ല ഡിസിപ്ലിനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം ഇവർക്ക് വേണ്ടി. അതും അന്ന് എക്സസൈസ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എക്സസൈസ് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ദിവസം തൊട്ട് ചെറുതായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും, ഒരു അസംബ്ലി പോലെ സ്റ്റാൻഡിറ്റീസ് അറ്റൻഷനൊക്കെ ആയിരിക്കും ഇവിടെ. വലിയ സംഭവം ആയിരിക്കില്ല, ഒരു 5 മിനിറ്റത്തെ പരിപാടിയായിരിക്കും. അതിന് ഇവർ വന്നത് തന്നെ എനിക്കെൻ്റെ ടൈം വേണം ബിഗ് ബോസ്, പൗത്യമല്ല ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, എനിക്ക് പറ്റില്ല എവിടെയാണ്, എനിക്കെൻ്റെ ടൈം കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതിന് സപ്പോർട്ട് ചെയ്യാൻ അൻസിബ പറയണു. ആര് പറഞ്ഞാലും കേൾക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്സര ഇവരൊരുപാട് കത്തി വെച്ചിരുന്ന സമയത്ത് അപ്സര ക്യാപ്റ്റനോട് പറയുന്നു, അതായത് പുതിയ ക്യാപ്റ്റൻ ജാസ്മിൻ ജാഫർ, ഈ കേരളത്തിന് എന്ത് പറ്റി? ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, പറ്റിയ സൈഡിൽ വെക്കാം, അതൊന്ന് കണ്ടു നോക്കണം. ഞാൻ ചെറുതായി ഒന്ന് സിങ്ക് ചെയ്യാൻ നോക്കിയതാണ്. നമ്മുടെ ഹാഷിറേ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്, അതുമായിട്ട് സിങ്ക് ചെയ്യാൻ നോക്കിയാണ്. അതൊന്ന് പറ്റിയ കണ്ടു നോക്കുക. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്വയം വെള്ളപൂശുന്ന, ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളപൂശി സ്വയം വെളുപ്പിക്കാൻ നോക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ കണ്ടിട്ടില്ല. മലയാളം ബിഗ് ബോസിൽ കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല ഇത്രത്തോളം കഷ്ടപ്പെട്ട് വെള്ളപൂശുന്ന പരിപാടി. ഒരു പരിധിയുണ്ട്, എത്രത്തോളം നെഗറ്റീവ് ഉണ്ട്, എല്ലാം പച്ചയ്ക്ക് അറിഞ്ഞു. എന്നിട്ട് അതിനുശേഷവും എന്താ അത്? എന്തെങ്ങനെ നമ്മുടെ മലയാളി ഓഡിയൻസ് ഒക്കെ എന്തെങ്ങനെ? ഇതെന്തുവാ? കൈ പിടിക്കാൻ പറ്റും? കാല് പിടിച്ചതാണോ പ്രശ്നം? കൈ പിടിച്ചതാണോ? തലയെ പിടിച്ചതാണോ? നെറ്റിയിൽ ഉമ്മ വെച്ചതാണോ? ബാക്കി ഞാൻ പറയണില്ല, പറഞ്ഞു മടുത്തത്. അതുകൊണ്ടാണ്. ഒരു പരിധിയുണ്ട്. അവരൊക്കെ ഒരുപാട് സ്ലട്ട് ഷേമിങ് വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ വൾഗറായിട്ടുള്ള കമൻ്റ് ഇടുന്ന കുറേ തെണ്ടികൾ വേറെയുണ്ട്. പക്ഷേ ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ട് എന്ന് ഏകദേശം അറിഞ്ഞതിന് ശേഷവും, പച്ചയ്ക്ക് അറിയില്ലെങ്കിലും എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷവും ഒരുമാതിരി ഉരുണ്ട് കളിയും അതുപോലെ തന്നെ ന്യായീകരണം ഇഷ്ടമാണ്. പക്ഷേ പ്രേമത്തിലോട്ട് പോകണ്ടെന്നാണ് ആഗ്രഹം. ശരി, വെളുപ്പിക്കണ്ട, മതി. ഇത്രയും തൊലിഞ്ഞ പരിപാടി കാട്ടിയിട്ട് ഇങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ക്യാപ്റ്റനെ വലിയ കാര്യത്തിൽ മറ്റേ അപ്സര ഇങ്ങനെ കൈ കൂട്ടിയിട്ട് അതെ എല്ലാവരും ഡ്യൂട്ടി ചെയ്യാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. പവർ ടീമാണ്, ആജ്ഞാപിക്കും. നാളെ വരുന്ന പവർ ടീംസ് ഇപ്പോഴത്തെ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെയാണ് പവർ ടീം ആണെന്ന് വെച്ചാൽ ഇവർ മൂക്കൊണ്ട് ഇറ എല്ലാം വരയ്ക്കും, മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ. അപ്പോൾ അപ്സര എന്തോ പട്ടികളെ വിളിക്കണ പോലെ വിളിച്ചു എന്നൊക്കെ മറ്റേ ഒരു ഡിബേറ്റിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അതിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്തത് സിബിനിൻ്റെ ആണ്. ഇവർ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് പൂജയുടെ ടീമിനാണ്. പൂജ നന്നായി സംസാരിച്ചു, ഒബ്വിയസ്ലി അതിലൊരു ഡൗട്ടും ഇല്ല. പൂജ അടിപൊളിയായിട്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ സിബിനിൻ്റെ ടീം, അപ്പോൾ അതിൽ ശ്രീരേഖ ആവട്ടെ, അൻസിബ ആവട്ടെ, ശ്രീതു ആവട്ടെ, സിബിൻ ആവട്ടെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. എസ്പെഷ്യലി സിബിൻ ജാസ്മിനെയൊക്കെ തേച്ചിങ്ങനെ അടിച്ചടിച്ച് മറ്റേ തുണിയൊക്കെ എടുത്ത് അടിക്കണ പോലെ അടിച്ചത്. അതും സിമ്പിൾ വേയിൽ ചിരിച്ച് കഴുത്തിറക്കാന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഗബ്രിയൊക്കെ അങ്ങനെ മൂഞ്ചി തെറ്റി നിൽക്കുകയാണ്. ഗബ്രിക്ക് എന്താ പറയുന്നതെന്ന് അവനെ ബോധമുണ്ടോ എന്നുള്ളത് അറിയില്ല. റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചത് എന്ത് ഭ്രാന്താണെന്ന് അവൻ ചോദിക്കും. അവൻ തന്നെ സ്വയം ചോദിച്ചു പോകും. അതാണ് അതിന് ജാസ്മിൻ്റെ അവസ്ഥ. അതാണ് ചില സമയത്ത് ഗബ്രിയോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് ചെറുതായിട്ടൊരു സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഗബ്രി പറയുന്നത് എന്താണ് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലേ ഇവർക്ക്? വാപ്പയ്ക്കും ഉമ്മയ്ക്കും മനസ്സിലാക്കാൻ പറ്റില്ലേ, ഫാമിലിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, ഫ്രണ്ട്സിന് മനസ്സിലാക്കാൻ പറ്റില്ലേ, അതുപോലെ ഇവിടെ കെട്ടാൻ പോണ പയ്യന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പുള്ളിക്കാരൻ എന്തായാലും ഇതിൽ വീണു. പുള്ളിക്കാരൻ എന്തായാലും ഇവിടെ പുറത്തു പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കെട്ടുമായിരിക്കും. അത്രയ്ക്ക് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളാണെന്നാണ് പുള്ളിയുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമുക്ക് വിടാം, അതൊരു പേഴ്സണൽ തിങ്, അതിലൊന്നും പോകുന്നില്ല.
ഈ ഒരു സംഭവം ടാസ്കിൽ എന്തായാലും ജാസ്മിൻ നന്നായി മെഴുകി. അത് സിബിൻ എടുത്ത് പറയുന്നുണ്ട്. സിബിൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനി അവൾ അവിടെ കിടന്ന് മെഴുകട്ടെ എന്ന് പറയുന്നുണ്ട്. എപ്പിസോഡ് കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും. അതിപ്പോൾ ഇനി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ജാസ്മിൻ എത്രത്തോളം ചുറ്റിക്കറങ്ങേണ്ടി വന്നു എന്നുള്ളത് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത് ആ ഒരു വഴിക്ക് തീർന്നു. ഈ ഒരു ജാൻമണിക്ക് എന്താ പ്രശ്നം? ജാൻമണിക്ക് എന്താ പ്രശ്നം? ഒന്നും, എന്തൊരു സാധനമായാലും അതിൽ ഓരോ റീസൺ പറഞ്ഞ്, ഇപ്പോൾ നിയമം പാലിക്കാത്തവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് ഒരു ടാസ്കിലൊക്കെ അങ്ങനെ വാദിക്കാൻ കൊള്ളാം. അതേസമയം ഇപ്പോൾ പവർ ടീം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആയി കാണിക്കണം. ജാൻമണിയും പവർ ടീമിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അവിടുന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ആരും പത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല. പവർ ടീമിൽ ഉള്ളപ്പോഴായാലും അല്ലാത്തപ്പോഴായാലും രാഗി പൊളിച്ചിട്ടുള്ള ആളാണ് ജാൻമണി. അതുകൊണ്ട് തന്നെ ജാൻമണിക്കിപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, ഇവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്നും പറയാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരാണ് ഇപ്പോൾ ഇത്ര വലിയ തെറ്റ് ചെയ്യാത്ത മഹാന്മാരവിടെ? അതുപോലെ തന്നെ രണ്ട് അഭിഷേക്മാരുടെ ഒരു സംഭവം നേരെ നടക്കുകയുണ്ടായി. ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം രാത്രി ഒരു സംഭവം, മറ്റേ അഭിഷേക് ശ്രീകുമാർ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജെനുവിനായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അഭിഷേക് ശ്രീകുമാറിനെ മുഴുവനായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പുള്ളി പുറത്ത് എന്തൊക്കെ ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ ബാൻ ആയെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ പുള്ളി അവിടെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായി ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ജെൻഡർ മാറുകയോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരെ ഞാൻ കുറ്റം പറയില്ല. അവർ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരും അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള മുഴുവനായിട്ടുള്ള അവകാശവും ഉണ്ട്. പക്ഷേ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്ന, മനഃപൂർവ്വമായി ടാർഗറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുറമേയുള്ള ഒരാളുടെ, അതായത് കൊറിയൻ മല്ലുവിനെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ആ വിഷയം അറിയാം, പണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. കൊറിയൻ മല്ലുവിൻ്റെ ഒരു ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു LGBTQ മെമ്പറായിട്ടുള്ള ആൾ, അതായത് അഭിഷേക് ജയദീപ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള കമൻ്റായിരുന്നു, വളരെ നാണം കെട്ടുള്ള കമൻ്റായിരുന്നു. അത് വളരെ വലിയ തെറ്റാണ്. ഇപ്പോൾ അഭിഷേക് ജയദീപിൻ്റെ പ്രസൻറ്റേഷനെ ആയാലും വാക്ചാതുര്യത്തിനെ ആയാലും ഗെയിമിനെ ആയാലും എല്ലാം, ഗെയിമൊന്നും പുള്ളിയുടെ വെളി വന്നിട്ടില്ല. പുള്ളി വന്ന് സംസാരിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ വളരെ നല്ല അഭിപ്രായമാണ്. സായി ബ്രോവിനെക്കാട്ടിലും നല്ലൊരു അഭിപ്രായമാണ് പുള്ളിയുടെ ആ ഒരു സംസാരത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലായാലും ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അഭിഷേക് ശ്രീകുമാർ നല്ല ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. സായി ബ്രോവിൻ്റെ ഗെയിം ആയിട്ടില്ല, നമ്മുടെ സുഹൃത്താണെങ്കിലും പറയാതെ വയ്യ. ആ ഒരു ഗെയിം അപ്ലിക്കബിൾ ആയിട്ടില്ല, അത് ആവുമായിരിക്കും. അതെപ്പോൾ ആവുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല ഇരിക്കുന്നത്. പുള്ളി ഒരു സ്ലോ പാറ്റേണിലുള്ള എന്തോ ആണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഫ് ആൻഡ് റൈറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. പുള്ളി മൈൻഡ് ഗെയിമർ ആണെന്നോ അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. എനിവേസ് നമുക്ക് കാണാം, വരും നാളുകളിൽ നമുക്ക് എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീരേഖ ചെറുതായിട്ട് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പുള്ളി ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഒരു ആയുർവേദ മെഡിസിനൊക്കെ പോലെ പതുക്കെയാണ്, പച്ചച്ചാണകത്ത് തീ പിടിക്കുന്ന പോലെയാണ് പുള്ളിയുടെ ഒരു പ്ലാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ പേര് സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. അത്യാവശ്യം വേറെയും ചില കാര്യത്തിൽ അടി ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയണത്, കുറച്ചുകൂടി ആക്റ്റീവായാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഒരു ഹൈപ്പിലേക്ക് വരാനുള്ള ഒരു സംഭവം, അതായത് എക്സ്ട്രീമായിട്ട് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി അടി ഉണ്ടാക്കിയിട്ടാവണമല്ല, അല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമ്പോഴായാലും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉറച്ച ശബ്ദത്തോടു കൂടി പറയാൻ സായി ബ്രോ ശ്രമിക്കണം. എന്നാലേ വരും ദിവസങ്ങളിൽ സപ്പോർട്ട് കൂടി വരുള്ളൂ. ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ ഞാൻ കണ്ടു. അത്രത്തോളം നെഗറ്റീവ് പറയാനൊന്നുമില്ല, വന്നിട്ടേ ഉള്ളൂ എല്ലാവരും. മറ്റുള്ളവർ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്തോ പ്രിപ്പറേഷനിലാണ്, അത് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. പുള്ളി ആ ഒരു ഗെയിം ഇത്തിരിയും കൂടി വിസിബിൾ ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രൊമോയിലൊക്കെ പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട് ഏഷ്യാനെറ്റ്, അത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ പുള്ളിയുടെ ആ ഒരു റീച്ച്, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പുള്ളിക്കുള്ള ഒരു റീച്ച് വലുതാണ്. ആളുകളിലേക്ക് പെട്ടെന്ന് എത്തും, TRP കൂടും എന്തൊക്കെ പറഞ്ഞാലും. ആ ഒരു സംഭവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എപ്പിസോഡിലോ ലൈവിലോ അത്രത്തോളം വിസിബിൾ അല്ല പുള്ളി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളി ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ജാസ്മിൻ മെൻ്റലി ഡൗൺ ആവുകയാണെങ്കിലും പകുതിയും എനിക്കതൊരു അഭിനയമായിട്ടൊക്കെയാണ് തോന്നുന്നത്. സ്വന്തം ഉപ്പ വിളിച്ചിട്ട് പൊരിച്ചിട്ടിട്ട് പൊരിയാത്ത ആളാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും പോയിട്ട് പൊരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് നെഗറ്റീവ് വന്നാലും പുള്ളിക്കാരി പിടിച്ചു നിൽക്കും. ഗബ്രിയോട് പറയും എനിക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് തോന്നുകയാണ്. നീയും അവിടെ ഇരുന്നോ, നീയും പോകണ്ട, ഞാൻ എന്തൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പോണ്ട എനിക്കിപ്പോൾ. പിന്നെ ജാസ്മിന് വേറൊരു സംഭവമുണ്ട്, എല്ലാവരെയും മോനെ മോളെ എന്നൊക്കെ വിളിക്കുന്ന ഒരു പരിപാടി. ബാ മോനെ, പറ മോനെ, പറ മോളെ,
അൻസിബ് എന്ന് നല്ല രീതിക്ക് കൊടുത്തു. എന്താ ചുക്രു ഭാവിയെന്ന് അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു അൻസിബ. അവളെക്കാട്ടിലും വയസ്സിന് മൂത്താണ് ഞാൻ. അവൾ എന്തിനാ എന്നെ മോളെ എന്നൊക്കെ വിളിക്കുന്നത്? പേര് വിളിച്ചാലും കുഴപ്പമില്ല, മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊരു ടാർഗറ്റ് ചെയ്യുന്ന പോലെയും അങ്ങനെയുള്ളൊരു സംഭവമാണ്. പിന്നെ മറ്റേ നന്ദന ഇത്തിരി ചാടിക്കളിച്ചിട്ട് വെറുപ്പിക്കുന്നുണ്ടെങ്കിലും ജാസ്മിനോട് ആരെങ്കിലുമൊക്കെ വേണം അങ്ങനെ വല്ലതൊക്കെ പറയാൻ. ജാസ്മിനോട് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ അത് കൂളായിട്ട് എടുത്തിരിക്കും. കൂളായിട്ട് പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പുറമേക്ക് കാണിക്കുന്നില്ല. കൺസിഡർ ചെയ്യാത്ത പോലെ, പുച്ഛിച്ച് തള്ളുന്ന പോലെയൊക്കെ. 1 hand ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു കെട്ടിപ്പിടിച്ചപ്പോൾ. അതിനാണ് ഗബ്രി ചേട്ടനെ മാത്രമേ പിടിക്കുള്ളൂ, എന്നെ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ തൃശ്ശൂർ ഭാഷയിൽ. തൃശ്ശൂർ കെട്ടിയാണല്ലോ, അതുകൊണ്ട് തൃശ്ശൂർ ഭാഷയിൽ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്കതും വെറുപ്പിക്കലായിട്ടാണ് തോന്നി. ജാസ്മിൻ്റെ റിയാക്ഷനും വെറുപ്പിക്കലായിട്ടാണ് തോന്നി. ഇന്ന് ശരിക്കും ജാസ്മിന് ഭയങ്കര ബാഡ് ഡേ ആണ്. കണി കണ്ട ആരെയാണോ ഗബ്രിയെ തന്നെ ആയിരിക്കും. ജാസ്മിനൊന്നും നല്ല മുട്ടൻ പണികളാണ് കിട്ടിയിട്ടുള്ളത്. ആരോട് ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതിന് മുന്നേ കറക്റ്റ് പ്രോപ്പർ അവർ ഉദ്ദേശിക്കുന്ന സാധനം നടക്കണില്ല. മറ്റേ സിബിനെയും ശ്രീരേഖയും കൂടി തെറ്റിക്കാൻ വേണ്ടിയാണ് ഒരു വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സിബിൻ പറഞ്ഞു എസ് ഓർ നോ പറയാൻ പറ്റില്ല, ഇവൾക്ക് വേണ്ടത് എസ്സോ അല്ലെങ്കിൽ നോ ആണ്. അത് രണ്ടും കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ ചോദിക്കണതിലൊക്കെ വലിയ ബുദ്ധി കാണിച്ചു. പക്ഷേ എസ് ഓർ നോ ചോദിച്ചാൽ പറയാൻ അത് സിബിനാണ്. സിബിൻ നല്ല ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉരിക്കും. അതാണ് സിബിൻ്റെ ഒരു ഇത്. ഇതുവരെ കണ്ടത് വെച്ചിട്ട് വിചാരിച്ച പോലെയല്ല. ആദ്യമൊന്നും ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. സിബിൻ നല്ല തകർക്കണയാണ്. പൂജ അതിൻ്റെയൊക്കെ തൊട്ട് താഴെ വരുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്നത് സിബിനാണ്. പിന്നെ അഭിഷേക് ശ്രീകുമാറും നല്ല അടിപൊളിയാണ്. അവൻ്റെ ഈ ഒരു ദേഷ്യം വരുമ്പോഴുള്ള ഈ ഒരു ആദ്യം പ്രയോഗിക്കുന്ന സാധനം ജനറലൈസ് ചെയ്തിട്ടൊന്നും ഒരു സംഘടനയും പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതിൽ ചെയ്യുന്നപ്പോൾ ഏതൊരു സംഘടനയായാലും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയാലും അതിലൊരാൾ തെറ്റ് ചെയ്ത് ആ പാർട്ടിയെ മുഴുവനായിട്ട് കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഒരു 100 പേരുള്ളതിൽ 80 പേരും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പാർട്ടിയെ കുറ്റം പറയാം. ഇതിൽ ശ്രദ്ധ ചെലുത്താത്തതിന് ആ പാർട്ടിയെ കുറ്റം പറയാം. അതേസമയം ഈ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. മറ്റൊരു പറ്റം ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ടോട്ടലായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവർ പറയുന്നതിലൊരു ആക്സെപ്റ്റൻസി വരില്ല. ആളുകൾക്ക് അത് കേൾക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല. അതായത് ഇവർ പറയുന്നത് ടോക്സിസിറ്റി ആണെന്ന് കരുതി ഇവർ ഒരു കാര്യം ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞാൽ ബാക്കി 9 കാര്യം നല്ലതാ പറയാൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 9 കാര്യം പറയാനുള്ള ചാൻസ് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ നഷ്ടമാവണം. അതാണ് ശ്രീകുമാറിന് ഉണ്ടായത്, അതായത് അഭിഷേക് ശ്രീകുമാറിന് ഉണ്ടായത്. എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. ഞാനൊരു സംഘടനയ്ക്കും എതിരല്ല, അതുപോലെ തന്നെ ഒരു ശ്രീകുമാറിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുപോലെ അഭിഷേക് ജയദേവിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. വന്നപ്പോൾ നല്ല പുള്ളിയായിട്ടൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ കമൻറ്റ് വായിച്ചതോടുകൂടി എനിക്ക് പുള്ളിയോടുള്ള വില പോയി ആക്ച്വലി. ബാക്കി എല്ലാവരെക്കാട്ടിലും നെഗറ്റീവായിട്ട് എനിക്കത് തോന്നിയത്. കൊറിയൻ മല്ലുവിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണാറുള്ള, ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നതല്ല, നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുള്ളതാണ് അവരുടെ വീഡിയോസ്. ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അവർ നോർമലി ഒരു ലേഡിയെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അയാൾ ഒരു മെന്നാണ്, അല്ലാതെ ട്രാൻസ് ആവാനുള്ള ഒരു തരത്തിലുള്ളതും ഇല്ല. അയാളുടെ പഴയ ഫോട്ടോസൊക്കെ, ഇപ്പോൾ കൊറിയൻ മല്ലുവിൻ്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമലി ഇവിടെയുള്ളൊരു ആളുകളുടെ പോലെ തന്നെയുള്ള ഒരു ലുക്ക് വൈസ് ആയിരിക്കും പുള്ളിയെ കാണാൻ കഴിയുക. ഇപ്പം പക്ഷേ പുള്ളി ആ ഒരു മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ സ്കിൻ കെയർ, അവിടെ കൊറിയയിലൊക്കെ എല്ലാവരും സ്കിന്നിന് നല്ലപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് അവർ ആ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു രീതിയെ അഡോപ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അവർ അതനുസരിച്ച് ചില ഫാൻസ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ചിലവരുടെ റിക്വസ്റ്റ് പ്രകാരം ചില കോസ്റ്റ്യൂംസും കാര്യങ്ങളും ആൾ ഇട്ടിട്ടുണ്ട്. എന്ന് കരുതി ഇപ്പോൾ റീൽസിലൊക്കെ ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സംഭവം ഒരുമിച്ച് ചെയ്യുന്ന പകുതി മേക്കപ്പ് ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെന്താ പറയുക? അതൊക്കെ ഒരു ടാലൻ്റാണ്. ഇപ്പോൾ ചിലവർ മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായിട്ടുള്ള മെന്നിൽ, അതായത് ട്രാൻസിലല്ലാതെ ഏറ്റവും കൂടുതൽ ട്രാൻസിലുള്ളവരായിരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോവുക. അതിൻ്റെ ഒരു ഇവർ കോമൺ ആയിട്ട് പറയുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ മേക്കപ്പ് ചെയ്യുമ്പോൾ മറ്റേ ഇവർ സേഫാണ്, ലേഡീസ് സേഫാണ്, ഇത്തിരി കൂടി കംഫർട്ടാണ്. ഇവർക്ക് അവരോട് ആ ഒരു ഇത് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അവരോട് റെസ്പെക്റ്റ് മാത്രമാണ്. അതുപോലെ തന്നെ ഇവർ അവരോട് മിസ്ബിഹേവ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പുകൊണ്ടൊക്കെയാണ് ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഈ ഒരു ചാൻസ് കൊടുക്കുന്നത്. അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മെന്നായാലും അതുപോലെ സ്റ്റൈലിസ്റ്റുമാരുണ്ടാവുമല്ലോ, അവർ സാരി ഉടുക്കുന്നത് എങ്ങനെയാണ്? പെൺകുട്ടികൾ കൊടുക്കുന്നതിനേക്കാളും വൃത്തിയിൽ അവർ സാരി കൊടുക്കും. ഷർട്ടൊക്കെ ഇട്ട് അതിൻ്റെ മേലെ സാരി കൊടുക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം അവർ ചെയ്തു എന്ന് കരുതി ഒരു വേഷവിധാനത്തിനോ അല്ലെങ്കിൽ അയാളുടെ സ്കിന്നോ കണ്ടിട്ട് അയാളുടെ മുഖം ഇത്തിരി മേക്കപ്പ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അയാളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അത് വന്നില്ല എന്ന് കാണുമ്പോൾ ഈ ഒരു സംഭവം അയാളുടെ കുട്ടിയെ 4 വയസ്സായ കുട്ടിയെ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ
അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. അതിനെപ്പറ്റി എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ആദ്യത്തെ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ ആവശ്യം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. പിന്നീടാണ് എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇൻസ്റ്റയിൽ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, കമൻസ് ഒന്നും കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അയാളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇയാൾ പുറത്തെന്ത് ചെയ്തു എന്ന് കരുതിയിട്ടുള്ളതല്ല. അപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ആൾ കൊടുത്തൊരു ഇൻട്രോവും അപ്പോൾ ആളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടും ആളുടെ ഒരു പ്രസൻറ്റേഷൻ ലെവൽ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും വില്ലിങ് ആയിട്ടുള്ള പുള്ളിയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അവിടെ സംസാരിക്കാൻ കഴിവുള്ള 2 അല്ല 3 ആൾക്കാരാണ് ഇപ്പോൾ വൈൽഡ് കാർഡിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അഭിഷേക് ജയദീപ് ആയാലും സെലക്റ്റീവ് ടോപ്പിക്സിലൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ചിലതിലൊന്നും അത്രയ്ക്ക് വാക്ചാതുര്യമൊന്നും ഇല്ല. ബിഗ് ബോസിൽ കണ്ടത് വെച്ചിട്ട് സിബിനും പൂജയുമാണ്. എന്താ വെച്ചാൽ അവർ നല്ല ടാലൻറ്റഡ് ആണ്. പൂജ ആങ്കറാണ്, അതുപോലെ തന്നെ സിബിൻ DJ ആണ്. അതുപോലെ പല വേദികളിലും നല്ല കോൺഫിഡൻ്റ് ആണ് പുള്ളി നല്ല ചിരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. വിമർശിക്കുകയാണെങ്കിലും ചിരിച്ച് തള്ളിക്കൊണ്ടാണ് വിമർശിക്കുന്നത്. അതിനൊന്നും എതിർത്ത് പറയാൻ പോലും ആളുകൾക്ക് തോന്നില്ല. ആ രീതിക്കാണ് പുള്ളി ചെയ്യുന്നത്. സായി ബ്രോ ഒബ്വിയസ്ലി നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ ഇത്തിരി സ്ലോയിലാണ് പോകുന്നത് പുള്ളിയുടെ കാര്യങ്ങൾ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ടാസ്കിലായാലും കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. സായി ബ്രോ ഒത്തിരി സംസാരിച്ചു, നോറ നല്ലപോലെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 2 ടീമിലും, അതായത് ആദ്യത്തെ ടീമിലും അവസാനത്തെ ടീമിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. പൂജയുടെ കുറച്ച് സംഭവം മാത്രം, ആദ്യത്തെ ടീമിൻ്റെ പൂജയുടെ കുറച്ച് സംഭവം മാത്രമാണ് ഇത്തിരി വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി. ലാസ്റ്റത്തേലായാലും സായി ബ്രോ ഒത്തിരി സംസാരിച്ചു, നോറ കുറേ സംസാരിച്ചു. ജിൻഡോ പറഞ്ഞതൊന്നും ഒരു കാര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ പവർ ടീം ഇരിക്കണ്ടല്ലോ അവിടെ, അവരുടെ ഒരു ന്യായീകരണങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവരെ മാക്സിമം പൊക്കി പറഞ്ഞ, ഇവരെ പുകഴ്ത്തി പറഞ്ഞൊരു ടീമായിരുന്നു പൂജയുടെ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ ഫസ്റ്റ് കൊടുത്തത് അവർക്ക്. സെക്കൻഡ് ടീം ഇത്തിരി ഊക്കിയിട്ടാണ് പോയത്. അതായത് ഉരുളയ്ക്ക് ഉപ്പേരിയല്ല, ഉരുളയ്ക്ക് ബിരിയാണി ആയിരുന്നു അവിടെ. ഒരു ഉരുള കൊടുക്കുമ്പോഴേക്കും ഇന്ന പിടിച്ച ബിരിയാണി, ഇന്ന പിടിച്ച അൽഫാം എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവർക്കത് പറ്റിയില്ല, അവരൊരു ടാലൻറ്റിനെ സമ്മതിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല എന്നൊക്കെയാണ് കാരണം മാർക്ക് കുറയ്ക്കാനുള്ളത്. അതുകൊണ്ട് ഇവരെ സെക്കൻഡാക്കി, മറ്റേവരെ ഫസ്റ്റാക്കി. എനിക്ക് അതിനോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. ഇവരുടെയാണ് അന്തിമ തീരുമാനം എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ഈ തീരുമാനം എടുക്കുമ്പോൾ ഇത് നമ്മളെ പോലെയുള്ള ഓഡിയൻസ് കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ വിവരദോഷികൾക്ക് മനസ്സിലാവുന്നില്ല, അതാണ് വിഷയം. അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് മാർക്ക് കൊടുക്കേണ്ടെന്നല്ല. അവർ പോയിട്ട് എന്താ പറഞ്ഞത്, ഇനിയിപ്പോൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതുവരെ പറയാതെ തലയണക്കടിയിൽ അൻസിബ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് അലക്കി അൻസിബ. അതുപോലെ ശ്രീരേഖയായാലും നല്ല പോയിൻ്റായിട്ട് കണ്ണിങ്ങായിട്ട് സംസാരിച്ച്. ഈ ഒരു ടാസ്ക് ഒക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സിബിൻ്റെ ടാസ്ക് മതി, ഇന്നത്തെ എപ്പിസോഡിൽ അത് മതി, വേറൊന്നും വേണ്ട. പിന്നെ എനിക്ക് പറ്റില്ല പഠിക്കാം ജാൻമോനുടെ ഇൻട്രൊഡക്ഷൻ. അത് ആദ്യം തന്നെ ഒരു സംഭവമാണ്, ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പറ്റില്ല പഠിക്കാം, എനിക്കിങ്ങനെ കൾച്ചറലെസ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ഇരിക്കാൻ പറ്റില്ല പഠിക്കാം, എനിക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോകണം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.